ഹായ്, എൻ്റെ ടെറസിൽ കുറച്ച് പച്ചക്കറികളൊക്കെ പാകമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്. നമുക്കൊന്ന് വിളവെടുത്താലോ? പോവാം. കുക്കുംബറൊക്കെ നല്ല പാകമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നല്ല വലിപ്പമായിട്ടുണ്ട്. ആദ്യത്തെ വിളവെടുപ്പാണ്. ഇവിടെ ഒരെണ്ണം ഒളിഞ്ഞു നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് 3 കുക്കുംബർ ആയിട്ടുണ്ട്. അടുത്തത് പടവലം നല്ല പാകമായിട്ട് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ബേബി പടവല കേട്ടോ. ഇത് നമുക്ക് ഒത്തിരി വലിപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഇത്രയും ഉണ്ടാകത്തുള്ളൂ. ഒരു വീട്ടിലേക്ക് ഒരു ദിവസത്തേക്കൊക്കെ ഇത് ധാരാളം മതിയാവും. ഒത്തിരി വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഞാനിതാ വീട്ടിൽ കൃഷി ചെയ്യാറ് കേട്ടോ. ഇതും പാകമായി തോന്നുന്നു. പയറും കായ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനത് വിളവെടുക്കുന്നതിന് മുന്നേ തന്നെ തത്തകൾ വന്ന് വിളവെടുത്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാനവയെ ഓടിക്കാനായിട്ട് വെളുത്ത പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും വന്നിട്ടില്ല. അതുകൊണ്ട് 2-3 പയർ നമുക്ക് ബാക്കി നിൽപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് വിളവെടുക്കാം. ഞാൻ ഒരു ചെറിയ പാത്രമായിട്ടാണ് വന്നത്, പക്ഷേ ഇതിൽ നിൽക്കത്തില്ല. നമുക്കതൊരു മുറത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് 1 മുറം പച്ചക്കറി വിളവെടുക്കാം കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ഏകദേശം വിളവ് കഴിഞ്ഞു. നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു 5 വെണ്ടയുടെ ചൂടിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇത്രയും വെണ്ടയ്ക്ക നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ തോരനും മെഴുക്കുവരട്ടിക്കൊക്കെ മുളക് വേണ്ടായോ? അപ്പോൾ നമുക്ക് കുറച്ച് മുളക് കൂടി എടുത്താലോ? ഇത് സാമ്പാർ മുളകാണ്. അധികം എരിവുള്ള ടൈപ്പല്ല, ഒത്തിരി കായ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ധാരാളമല്ലേ ഇത് നമുക്ക്. ഇപ്പം കുറച്ച് പച്ചമുളകും കൂടെ വേണം നമുക്ക്. ഒരു 5-6 പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പച്ചക്കറി മാത്രം പോരല്ലോ, കുറച്ച് മധുരം വേണ്ടായോ? നമ്മുടെ ലോങ് മൾബറി നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. നിറയെ ഉണ്ട് കേട്ടോ. ഈ ബ്രാഞ്ചിൽ നിൽപ്പുണ്ട്. കുറച്ച് നാടൻ മൾബറി പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് എടുത്തേക്കാം. ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചീനിയാമരയും കുറച്ച് വീതിയുള്ള അമരയും നിൽപ്പുണ്ട് കേട്ടോ. അതും കൂടി പറിച്ചെടുക്കണം. ഇത് ഈ സീസണിലാണ് നന്നായി കായ പിടിക്കുന്നത്. ഡിസംബർ ജനുവരിയിൽ നന്നായി കായ പിടിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലാവസ്ഥയുടെ ചൂട് കാരണം ഇതിൻ്റെ പൂവെല്ലാം കൊഴിഞ്ഞു പോവുക ചെയ്യാറ്. അപ്പോൾ ഒക്ടോബർ മുതൽ ഫെബ്രുവരി, ജാനുവരി, മാക്സിമം ഫെബ്രുവരിയുള്ള കാലയളവിൽ നമുക്ക് ഈ അമര നന്നായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ചീനിയാമര അഥവാ കൊത്തമര കേട്ടോ. അപ്പോൾ ഇനി ഇതും കുറച്ച് നമുക്ക് എടുക്കാം. ഇതും പാകമായി നിൽക്കുക. ചീനിയാമര ഇത്രയുണ്ട് കേട്ടോ. ഇത് പറിച്ചെടുക്കാമെന്ന് വെച്ചാൽ നല്ല ക്ഷമ വേണ്ട ജോലിയാണ്. അപ്പോൾ കണ്ടോ, ഇത്രയുണ്ട് നമുക്ക് ഇന്നത്തെ വിളവ്. ഒരു വീട്ടിലേക്ക് ധാരാളമല്ലേ. അപ്പോൾ എല്ലാവരും ചെറുതായെങ്കിലും കൃഷി ചെയ്യുക. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.